Hi all, we have another question from JEE Advanced 2026 paper 2. So this question is from electrostatics, it is from electric dipole. So നമുക്ക് question നോക്കാം. Consider an electric dipole. അതിന്റെ ചാർജസ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, ഓരോ ചാർജിന്റെ മാസ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മാസസ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് തന്നിട്ടുണ്ട്. So we can calculate its dipole moment and it is directed along this direction. Okay. So ഇങ്ങനെയാണ് ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്, -q + q ഇങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാവാം. A uniform electric field E along the y-axis, E j cap is turned on at a time t equal to 0 and it is turned off at a time t equal to tf. At that time, the angle made by the dipole moment vector with the I cap. So with the I cap, that angle is theta final. So initially the dipole is like this, and after when the electric field is switched off, at that time the dipole moment vector is making an angle of theta final. Okay, with the x-axis, with the I cap direction, it is making an angle theta final. So we have to evaluate a set of options, multi-correct ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. സോ ഇവിടെ മെയിൻ ഐഡിയ ഇസ് വി ഹാവ് ടു യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എനർജി കൺസർവേഷൻ, അത്രേ ഉള്ളൂ. ആൻഡ് വി ഹാവ് ടു ഇവാലുവേറ്റ് ഓൾ ദി ഓപ്ഷൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഡൈപോൾ ഇസ് ഡിഫ്ലെക്റ്റഡ് ടുവർഡ്സ് ജെ കാപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, the total force, the net force on a dipole is 0. So this is a uniform electric field and we have placed a dipole. So net force is 0 ആണെങ്കിൽ പിന്നെ dipole center of mass എങ്ങനെയാണ്? How will it be deflected towards J cap? So അതിന്റെ ആൻസർ തെറ്റാണ്. Okay, so first choice is anyway wrong. Coming to the second choice, the magnitude of the final angular velocity. അപ്പോൾ ഈ ചോയ്സസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ we'll have to apply energy conservation. So നമുക്കറിയാം, for a dipole the potential energy formula is minus P dot E. Okay, P dot E ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഈ theta initial, theta final is with the I cap, but E electric field is in this direction. Okay, അപ്പോൾ നമ്മൾ ഇതിനെ ഈ ആംഗിളിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഈ ഡോട്ട് എന്നുള്ളത്, ഈ കോസ് തീറ്റ എന്നുള്ളത് സൈൻ തീറ്റ ആവും അല്ലേ, ബിക്കോസ് ദിസ് ആംഗിൾ ഇസ് 90 മൈനസ് തീറ്റ. സോ potential energy of the dipole is equal to, at any angle, at a general angle theta, the potential energy is equal to minus P dot E, which is equal to minus PE cos 90 minus theta, which is equal to minus PE sin theta. Okay, അപ്പോൾ ഇതാണ് ഒരു ഗിവൺ പൊസിഷനിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഡൈപോൾ പറയാൻ പറ്റുക. അപ്പോൾ യു ഹാവ് ടു, because there is no work done by any external force, we can conserve the total mechanical energy of the system. അതായത് total mechanical energy, kinetic energy plus potential energy is equal to a constant എന്ന് പറയാൻ പറ്റും. So we can write equations easily. So delta KE plus delta PE is equal to 0, അല്ലെങ്കിൽ delta KE is nothing but change in kinetic energy. Increase in kinetic energy is decrease in potential energy or loss in potential energy. So അത് വെച്ചിട്ട് യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് ഔട്ട് ദി കൈനറ്റിക് എനർജി. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ പ്രോസസ്സ്. എന്നിട്ട് നമുക്ക് ഓരോ ഓപ്ഷനും ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തേൽ പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഇസ്, ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇങ്ങനെ ഒരു വാല്യൂ ആണെങ്കിൽ തീറ്റ ഫൈനൽ π/6 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ഈ ഡൈപോളിന്റെ റൊട്ടേഷൻ, അപ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേണം. സോ ദിസ് ഇസ് ജസ്റ്റ് ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇറ്റ്സ് സെന്റർ ഓഫ് മാസ് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ is equal to I is equal to m1 m2 by m1 plus m2 into separation square, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് m/2 into d square വരും. ഇതാണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ഗെയിൻഡ് എന്ന് പറയുന്നത് ഇനീഷ്യലി അത് റെസ്റ്റിലാണ്. അപ്പോൾ ഹാഫ് I into ഒമേഗ ഫൈനൽ സ്ക്വയർ മൈനസ് ഒമേഗ ഇനീഷ്യൽ സ്ക്വയർ is equal to മൈനസ് ഡെൽറ്റ യു. സോ ഇവിടെ നമുക്ക് ഇനീഷ്യലി ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ തീറ്റ 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പിന്നെ മൈനസ് പി സൈൻ തീറ്റ വരും. അപ്പോൾ നമുക്ക് അത് ഇവിടെ കൊടുക്കാം, മൈനസ് PE into sin theta final. ഓക്കെ, ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഒമേഗ ഫൈനൽ. നമുക്ക് ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ തീറ്റ ഫൈനൽ ഈക്വൽ ടു π/6. അപ്പോൾ ഹാഫ് ഇൻറ്റു, ജസ്റ്റ് ചെക്ക് ചെയ്യാം, ഹാഫ് ഇൻറ്റു m/2 d സ്ക്വയർ ഇൻറ്റു ഒമേഗ ഫൈനലിൻ്റെ വാല്യൂ സ്ക്വയർ ചെയ്യുമ്പോൾ 2QE/md ഇത് കൊടുക്കാം. നമുക്കിവിടെ π/6 ആണ് ഇവിടെ PE.
നമുക്ക് കിട്ടേണ്ടത് -p/2 ആണ് കിട്ടേണ്ടത്. ഇത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ എം ഡി വെട്ടിപ്പോവും, ഒരു 2 വെട്ടിപ്പോവും, ഒരു 2 ഇവിടെ ഉണ്ട്, അത് വെട്ടിപ്പോവും. സോ എം വെട്ടിപ്പോവും, എം ഡി വെട്ടിപ്പോവും, ബേസിക്കലി എം ഡി വെട്ടിപ്പോവും. വാട്ട് വി ഹാവ് ഇസ് q ഇൻറ്റു ഡി ഇൻറ്റു ഇ അല്ലേ, q ഇൻറ്റു ഡി ഇൻറ്റു ഇ, അത് തന്നെയാണ് പി. ഓക്കെ, ഇവിടെ ഓഫ് കോഴ്സ് നമുക്ക് മൈനസ് ഡെൽറ്റ ആയി. അപ്പോൾ ഈ സൈൻ്റെ ഇത് നോക്കണ്ട, കാരണം ഇവിടെ മൈനസ് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് പ്ലസ് ആവും. അപ്പോൾ എല്ലാം കറക്റ്റ് ആണ്, സൈനും കറക്റ്റ് ആണ്. ഒബ്വിയസ്ലി ഇത് കൈനറ്റിക് എനർജി ഗെയിൻ ഇസ് ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ്, നമ്മൾ അതല്ല യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്, നമുക്ക് രണ്ട് സൈഡും കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫൈനൽ ആംഗുലർ വെലോസിറ്റി, if the magnitude of the angular velocity is this, then the angle turned is, final angle is pi/6. ഇതേപോലെ we can actually check ഓപ്ഷൻ സി കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് ഇതേ അപ്രോച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് പി സൈൻ തീറ്റ ഫൈനൽ എന്താവും? പി സൈൻ തീറ്റ ഫൈനൽ എന്ന് പറയുന്നത് PE ഇൻറ്റു √3/2 ആവും. സോ this should be equal to change in kinetic energy. ചെക്ക് ചെയ്ത് നോക്കാം, is this equal to change in kinetic energy? Is this equal to change in kinetic? P ക്ക് പകരം നമുക്ക് QD കൊടുക്കാം. ഓക്കെ, this should be equal to the change in kinetic energy. പക്ഷെ എന്താ kinetic energy ചേഞ്ച് ആയിട്ട് തന്നേക്കുന്നത് ഇവിടെ? 2√3 QED. അപ്പോൾ അത് കറക്റ്റ് അല്ല, √3/2 ആണ് വരണ്ടേ. സോ ദിസ് ഇസ് ക്ലിയർലി നോട്ട് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി കറക്റ്റ് ആണോ നോക്കാം. If the theta final is equal to pi/4, then the dipole rotates around its center of mass with a constant angular velocity after t greater than t final. So if theta final is equal to pi/4, അതായത് once it has rotated exactly pi/4, 45 degree തിരിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതെങ്കിൽ, okay, at that time if you are switching off the electric field, then the center of mass will rotate with a constant angular velocity. ആ സമയത്ത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ there will be no further torque. So it will continue with the angular velocity that it is. So it will continue to rotate with the angular velocity that it obtained. So this is anyway true. Without any calculation we can say that this is true. Okay, so ഇതിനകത്ത് ബിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, എയും സിയും തെറ്റായിട്ടുള്ള ഓപ്ഷൻസ്.